കാലിൽ നീര് കയറി കഴിഞ്ഞാൽ അത് കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നം കൊണ്ടാണ്, അങ്ങനെ നമ്മൾ പറയാറുണ്ട്. അപ്പം അങ്ങനെ കാലിൽ മാത്രം നീര് കയറുമ്പോഴാണ് അത് കിഡ്നി റിലേറ്റഡ് ആയിട്ടൊരു പ്രശ്നമായിട്ട് മനസ്സിലാക്കുക. അങ്ങനെയല്ല. നമുക്ക് കയ്യിൽ നീര് കയറാം, മുഖത്ത് നീര് കയറാം, കണ്ണിന് ചുറ്റും ഒരു പഫിനെസ് ഉണ്ടാവും. അതുപോലെ തന്നെ കാലിൽ നീര് കയറുന്ന എക്സ്ക്ലൂസീവ്ലി പറയുമ്പോൾ നമ്മൾ രണ്ട് കാലിനെയും കണ്ണ് വരുന്ന ഭാഗം അതിന് ചുറ്റും നല്ല രീതിയിൽ നീര് വരും. അതുപോലെ തന്നെ പാദത്തിലും. ഇങ്ങനെയാണ് കൂടുതലായിട്ടും നീര് കയറുന്ന പ്രശ്നങ്ങൾ കണ്ടുവരുന്നത്. സ്വാഭാവികമായിട്ടും ശരീരത്തിലൊരു നീർവീഴ്ച കൂടുതലായിട്ടുണ്ടെന്ന് നമുക്ക് തോന്നാം, അതുപോലെ തന്നെ മുഖത്തുണ്ടെന്നുള്ളത് തോന്നാം. പക്ഷേ സ്പെസിഫിക്കലി പറയുമ്പോൾ കണ്ണിൽ പഫിനെസ് ഉണ്ടാവുന്നതും കയ്യിലും കാലുകളിലും നീര് കയറി നിൽക്കുന്നതുമാണ് അതിൻ്റെ രണ്ടാമതൊരു സിംറ്റമായിട്ട്, അതായത് നമ്മുടെ യൂറിനേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു സിംറ്റമായിട്ട് പറയുന്നൊരു കാര്യം. ഇനി മൂന്നാമത് പറയുന്നത് ക്ഷീണം. ഇപ്പം സാധാരണ എല്ലാവർക്കും കുറച്ച് സ്ട്രെയിൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുറച്ചധികം യാത്ര ചെയ്യുമ്പോൾ ഒക്കെ ക്ഷീണങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴോ നന്നായിട്ടൊന്ന് ഫുഡ് കഴിച്ചൊന്ന് ഫ്രഷ് ആകുമ്പോഴോ ഒക്കെ ആ ക്ഷീണം മാറുന്നതാണ് പതിവ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു കുറച്ച് ദിവസം കൊണ്ട് ഉറക്കം ഉണ്ടായിരുന്നില്ല, നമ്മളത് കുറച്ച് ദിവസം ഉറങ്ങി അത് ബാലൻസ് ചെയ്തു. ഉറക്കം ബാലൻസ് ചെയ്തിട്ടും ക്ഷീണം മാറുന്നില്ല. ഇനി എന്ത് ഫുഡ് കഴിച്ചിട്ടും നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും ക്ഷീണം മാറുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടും ക്ഷീണം മാറുന്നില്ല എന്നൊരു സിറ്റുവേഷനാണ് നമ്മുടെ മുന്നിലെങ്കിൽ അതിനെന്തോ റീസൺ ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. അതിനെന്താണെന്നുള്ള കാരണം എന്നുള്ളത് കണ്ടെത്താൻ ശ്രമിക്കുകയും വേണം. അതിന് ഉറപ്പായിട്ടും കിഡ്നി റിലേറ്റഡ് പ്രശ്നങ്ങൾ ഒരു കാരണമായി വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്.